ഹായ്, വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന 2 എക്സാമുകൾ, ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് സ്വിംഗുമായി ബന്ധപ്പെട്ട ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ 2 എക്സാമുകൾ PSC കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഓൺലൈൻ എക്സാം, എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുക. പല ആളുകളും ഓൺലൈൻ എക്സാം എഴുതാത്ത ആളുകളായിരിക്കും. നമ്മളുടെ കൂട്ടത്തിൽ തവണ എക്സാം എഴുതാൻ പോകുന്നതിൽ ഒരു 85% ആളുകളും ഓൺലൈൻ എക്സാം എഴുതാത്ത ആളുകളായിരിക്കും. കുറച്ച് പേര് മാത്രമായിരിക്കും ഓൺലൈൻ എക്സാം ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഓൺലൈൻ എക്സാം എന്നും അതിൻ്റെ പാറ്റേൺ എന്തായിരിക്കും എന്നും ഒരു റിഹേഴ്സൽ എക്സാം നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടതെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾ ഫസേറന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നടക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്നുള്ള എക്സാം ആണ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് നടക്കാൻ പോകുന്നത്. 645/2023 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, എക്സാം ഡേറ്റ് വരുന്നത് 4/12/2024 ആണ്. ഡിസംബർ 4-ാം തീയതി വെനസ്ഡേ ആണ് അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത്. ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ടൈം വരുന്നത്. ഇതിൽ നമ്മളുടെ വെരിഫിക്കേഷന്റെ ടൈമും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ടൈമാണ് ഈ 10 മണി മുതൽ 12:30 വരെ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത് നവംബർ 20-ാം തീയതിക്ക് ശേഷമാണ്. നവംബർ 20-ാം തീയതിക്ക് ശേഷം ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എക്സാം എഴുതുന്നത് 1077 പേരാണ് എക്സാം എഴുതുന്നത്. 1500ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൺഫർമേഷൻ കൊടുത്തത് 1077 പേരാണ്. അവർക്കാണ് എക്സാം എഴുതാനുള്ള അർഹതയുള്ളത്. മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരിക. അപ്പോൾ ഇതൊരു ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് ഈ 645/2023 എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് 687/2023 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ട്രെയിനിങ് സെന്റർ. അപ്പോൾ അതിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 8-ാം തീയതിയാണ്. 2025 ജനുവരി 8-ാം തീയതി വെനസ്ഡേ ആണ്. 8-നാണ് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ഓൺലൈൻ എക്സാം ആണ്. ഇതിൽ നമുക്ക് എക്സാം വരിക ഓൺലൈനായിട്ട് വരുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് 2 ബാച്ച് ആയിട്ടായിരിക്കും സംഘടിപ്പിക്കുന്നുണ്ടായിരിക്കുക. രാവിലത്തെ ബാച്ച് എന്ന് പറയുന്നത് 9 മണി മുതൽ 11:30 വരെയും രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുന്നത് 11:15 മുതൽ 1:45 വരെ ആയിരിക്കും. ഈ ബാച്ച് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പോൾ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത് 24/12/2024 മുതലാണ്. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ബാച്ച് 1 ആണോ ബാച്ച് 2-ലാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, 2 ബാച്ചിൽ 2 ടൈമിൽ എക്സാം നടത്തുമ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുമോ, അത് വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഒരിക്കലുമില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഈ 2 ടൈമിൽ എക്സാം നടത്തുക. അപ്പൊ രാവിലെ ഫസ്റ്റ് ബാച്ചിലെ ആൾക്കാർ 9 മണിക്ക് കയറിയതിനു ശേഷം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10 മണിക്കാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 10 മണിക്ക് ശേഷം 10 മണി മുതൽ 11:30 വരെ ഏകദേശം 1.5 മണിക്കൂർ അല്ലെ, 1.5 മണിക്കൂറിനുള്ളിൽ എക്സാം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഈ 11:30ക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് സെക്കൻഡ് ബാച്ച് ഓൾറെഡി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യം എക്സാമിനേഷന്റെ ഹാളിലോട്ട് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എക്സാം എഴുതുന്ന സ്ഥലമല്ല, തൊട്ട് മുന്നേ ഉള്ള ഹാളിൽ കയറിയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ഫസ്റ്റ് ബാച്ചിലെ ആളും സെക്കൻഡ് ബാച്ചിലെ ആളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നടക്കൂല. അപ്പൊ 11:30ക്കാണ് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അതിന് മുന്നേ 11:15 ആകുമ്പോൾ ഇവർ വെരിഫിക്കേഷന് കയറും. വെരിഫിക്കേഷന് കയറി കഴിഞ്ഞിട്ട് ഇവരെ മറ്റൊരു ഏരിയയിലുള്ള ബാച്ച് 1 എന്നുള്ള ആൾക്കാരെ അതിൽ നിന്ന് മറ്റൊരു ഏരിയയിലൂടെ ആയിരിക്കും പുറത്തോട്ട് വിടുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് അവർക്കുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 11:15 മുതൽ വെരിഫിക്കേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. 1:45 വരെ ആയിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം 1.5 മണിക്കൂർ എക്സാം, 90 മിനിറ്റ്സ് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ദെൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1634 ആണ്. 1634 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാമും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ സമയം അനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതാൻ ചെല്ലുക. ബാച്ച് 2-ൽ ബാച്ച് 1-ൽ എത്തേണ്ട ആൾ ബാച്ച് 2-ന്റെ സമയത്തോട്ട് എത്തിയാൽ ഒരിക്കലും എക്സാം എഴുതാൻ അനുവദിക്കുന്നതല്ല. ഇനി ഒരു ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് PSCയുടെ ഡിസ്ട്രിക്ട് ഓഫീസുകളിലായിരിക്കും ഓൺലൈൻ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ജില്ലകളിലും എല്ലാ ജില്ലകളിലും PSCക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് ഇല്ല. മെയിൻ ആയിട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കും നമുക്ക് എക്സാം ലഭിക്കുക. അതെന്ന് പറയുന്നത് ഈ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഏത് ഡിസ്ട്രിക്ട് ഓഫീസിലാണ്, കാലിക്കറ്റ്, കോഴിക്കോട് PSC ഡിസ്ട്രിക്ട് ഓഫീസ്,
അല്ലെങ്കിൽ കാസർഗോഡ് PSC ഡിസ്ട്രിക്ട് ഓഫീസ്, അങ്ങനെ നമുക്ക് ഏത് ഭാഗത്തായിട്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്ന സമയത്തായിരിക്കും അറിയുക. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിഹേഴ്സൽ എക്സാം ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഫസേര ഫാഷന്റെ ആപ്പിൽ ഓൺലൈൻ എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ, ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺലൈൻ എക്സാം എഴുതുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ആപ്പിൽ എന്താണോ ചെയ്യുന്നത് അതേപോലുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എക്സാം വരുന്നത്. ആപ്പ് ആകുമ്പോൾ ഒരു മൊബൈൽ വെർഷൻ ആയതുകൊണ്ട് ആ മൊബൈൽ വെർഷനിൽ വരുന്നു തന്നെ ഉള്ളൂ. ഇത് നമുക്കൊരു സിസ്റ്റത്തിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ PSCന്റെ പ്രൊഫൈൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മളുടെ എക്സാമിന്റെ ഡേറ്റ് ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം റിഹേഴ്സൽ എന്നിങ്ങനെ കാണാൻ പറ്റും. PSCന്റെ ഓൺലൈൻ എക്സാമുകൾ റെഡി ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിഹേഴ്സൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ എക്സാം റിഹേഴ്സലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വിൻഡോയിലോട്ട് ഓപ്പൺ ആയിട്ട് PSCയുടെ ഓൺലൈൻ എക്സാം റിഹേഴ്സൽ മൊഡ്യൂളിലോട്ട് പോകും. പണ്ട് കാലങ്ങളിലൊക്കെ PSCയുടെ ഓഫീസിൽ ചെന്നിട്ട് രാവിലെ നമുക്കിതൊരു ഓൺലൈൻ എക്സാം ചെയ്യാനുള്ള, നമ്മുടെ എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഓൺലൈൻ എക്സാം ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു തന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ തന്നെ എക്സാമിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫെസിലിറ്റി PSC നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് ഓൺലൈൻ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് വായിച്ചു നോക്കിയതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെക്ക് ബോക്സ് ടിക്കിട്ടിട്ട് നമ്മളിവിടെ ചെക്ക് ബോക്സ് ടിക്കിട്ടിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് കാൻഡിഡേറ്റിന്റെ മോക്ക് ടെസ്റ്റിലോട്ട് കയറണം. അപ്പോൾ ഇവിടെ എൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അതിന് 20 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. ടൈമർ ടോപ്പിൽ ഉണ്ടായിരിക്കും അല്ലേ. ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കും. അങ്ങനെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെ യൂസർ നെയിം എങ്ങനെയാണ്, നമ്മൾ രജിസ്റ്റർ നമ്പർ നമുക്ക് അവിടുന്ന് രജിസ്റ്റർ നമ്പർ കിട്ടും. നമ്മൾ രജിസ്റ്റർ നമ്പർ ഉണ്ടാവില്ല, രജിസ്റ്റർ നമ്പറും ഇവിടെ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്, മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഈ ഒരു വിൻഡോയിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ഞാൻ സ്റ്റാർട്ട് ദി എക്സാമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ആവും. ദെൻ എക്സാമിനേഷൻ സ്റ്റാർട്ടായി. ഇങ്ങനെയാണ് എക്സാമിനേഷന്റെ വിൻഡോ വരിക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യന്റെ ആൻസറിന് 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി PSCന്റെ സൈറ്റിൽ വന്നിരുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത് കേട്ടോ. PSC നടത്തിയിരുന്ന ഓൺലൈൻ റിഹേഴ്സൽ എക്സാമിന്റെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുള്ളത്. കാരണം ഞാൻ അതിന് മുന്നേ എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടുന്ന് പ്രാക്ടീസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് ഇതിലിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്കറിയില്ല, നമുക്ക് ഒരു എങ്ങനെയാണ് നമ്മൾ സാധാരണ എക്സാം എഴുതുന്ന പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. അതിൻ്റെ ആൻസർ എന്താണോ ആ ആൻസർ ഓപ്ഷന് നമ്മൾ എന്ത് ചെയ്യുക, മൗസ് കൊണ്ട് ടിക്ക് ചെയ്യുക. നമുക്ക് ഒരിക്കലും എന്ത് വേണ്ട ആവശ്യമില്ല, കീബോർഡ് എന്ന സംഭവം ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 20 കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയെന്നില്ല ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ പിന്നെ റിഹേഴ്സൽ എക്സാം, നമ്മുടെ സബ്ജക്റ്റിന്റെ, നമ്മൾ എക്സാം എഴുതുന്ന സബ്ജക്റ്റിന്റെ കാറ്റഗറി കോഡ് ഉണ്ടായിരിക്കും അല്ലേ. 210/2024 എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കാറ്റഗറി കോഡും ഇവിടെ കാണിക്കും. ടോട്ടൽ ഡ്യൂറേഷൻ 15 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എത്ര സമയമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ടൈം ലെഫ്റ്റ് ഡ്യൂറേഷൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. അതായത് കളർ നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ബ്ലൂ ആയിട്ട് മാറും. അപ്പോൾ ഇതിലെല്ലാം വൈറ്റ് ആണ്, നോട്ട് ആൻസേർഡ് ആണ്. ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് എന്തായിട്ടും ബ്ലൂ ആയിട്ട് മാറും. ആൻസർ ചെയ്യാത്ത വൈറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ആൻസർ ചെയ്യാതെ മാർക്കിംഗ് ഇടുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ആയിട്ടും, ആൻസർ ചെയ്ത് മാർക്കിംഗ് ഇടുകയാണെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറുമായിട്ട് മാറും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കേണ്ടത് ഈ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. ആ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു. ഞാൻ വീണ്ടും ഇതിൻ്റെ അതേമാതിരി തന്നെ ആൻസർ ഇവിടെ മാർക്ക് ചെയ്തു. ഒരു ആൻസർ മാർക്ക് ചെയ്തു. കറക്റ്റ് ആൻസർ ആണെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാർക്ക് ചെയ്യാണ്. ആൻസർ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ദെൻ
വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ രണ്ടും ബ്ലൂ കളറിലോട്ട് മാറി അല്ലേ. 1ഉം 2ഉം ഇവിടെ എന്തായിട്ടുണ്ട്, ബ്ലൂ കളറിലോട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ ആൻസർ ക്വസ്റ്റ്യൻസിൽ 2ഉം വന്നു. ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ക്വസ്റ്റ്യൻസിൽ 2ഉം ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ വീണ്ടും ആൻസർ ക്ലിക്ക് ചെയ്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. മാർക്ക് ഫോർ അൺമാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനത് നമുക്കിതിൽ ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാൻ സേവ് ആക്കുന്നില്ല, ഞാൻ റിവ്യൂവിൽ ഇടുകയാണ്. എനിക്കിത് ഒന്നും കൂടി വീണ്ടും വന്നിട്ട് നോക്കണം, ലാസ്റ്റ് ഇതൊന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ മാർക്ക് ഫോർ റിവ്യൂവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായി, ഓറഞ്ച് ആയിട്ടാണ് മാറിയത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. മാർക്ക് ഫോർ റിവ്യൂ ഇട്ടതിന് ശേഷം നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്യാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി. അപ്പോൾ അത് ബ്ലൂ എൻ ആയി. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കറിയില്ല എന്ന് വിചാരിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കറിയില്ല. എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തായി, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവിടെ വൈറ്റ് എൻ ആയി കടന്നു. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഞാനൊന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ദെൻ നെക്സ്റ്റിലോട്ട് പോയി. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഈ ക്വസ്റ്റ്യന് അറിയില്ല, പക്ഷെ ഞാനത് എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്യാതെ ഇവിടെ റിവ്യൂവിന് വിട്ടു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കളർ മാറി, നിങ്ങൾക്ക് മനസ്സിലാവും, കളർ മാറിയിട്ടുണ്ട്. ദെൻ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യന് ഞാൻ ആൻസർ കൊടുത്തു. ഞാനല്ല അതിന് ജസ്റ്റ് ആൻസർ കൊടുത്തു വിടുകയാണ്. പെട്ടെന്ന് കൊടുത്തു വിടുകയാണ്. ഇത് ഞാൻ കൊടുക്കുന്നില്ല, 2-3 കൊടുക്കാതെ നമുക്ക് അറിയുന്ന മാത്രം ആൻസർ ചെയ്താൽ മതിയല്ലോ. കൊടുത്തു. പിന്നോട്ട് വരണമെങ്കിൽ പിന്നോട്ട് വരാം കേട്ടോ. ദെൻ ഞാൻ 19ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, 20ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, സേവ് ആൻഡ് നെക്സ്റ്റ്. ഇപ്പോൾ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ഇവിടെ ഈ റിവ്യൂ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, 11ഉം 12ഉം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, 15ഉം 16ഉം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലേ. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദെൻ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി റിവ്യൂ ഇട്ടിട്ടുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരെ ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഞാൻ നേരെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ആ ക്വസ്റ്റ്യൻ എന്തായി, 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിട്ടും. ദെൻ 3ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഓക്കെ, ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് PSC മാർക്ക് ചെയ്തതായിട്ടാണ് കണക്കാക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ സമയം കഴിയുമ്പോൾ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് PSC ആൻസർ ചെയ്ത മാതിരി തന്നെയാണ് കണക്കാക്കുക. മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിവ്യൂവിന് പോയിട്ടുള്ളത്. ദെൻ ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയി. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ PSC ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ആൻസർ കിട്ടി. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, ദെൻ സേവ് കൊടുത്തു. അപ്പോൾ അവിടെ കളർ മാറി. എനിക്ക് ഈ മാർക്കിംഗ് അൺമാർക്കിംഗ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, വീണ്ടും ഇവിടെ അൺമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൂ ടിക്ക് ആയിട്ട് മാറും. 3ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, ഞാനിത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതല്ല ആൻസർ, ഇത് 1000 കോടിയാണ് ആൻസർ. 14,362 കോടി അല്ല ആൻസർ. എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് ക്ലിയർ റെസ്പോൺസ് അടിക്കാം. ക്ലിയർ റെസ്പോൺസ് അടിച്ചതിന് ശേഷം 1000 കോടിയിലോട്ട് ക്ലിക്ക് ചെയ്യാം. 1000 കോടിയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ ആക്കാം. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഞാൻ എഴുതാതെ പോയ ആൻസറുകൾ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിട്ട് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എനിക്ക് എഴുതാം. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ഞാനത് ആൻസർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ അത് ആൻസർ മാർക്ക് ആവുള്ളൂ കേട്ടോ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു, നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ സമയം കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇതിൽ ഫുൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇപ്പം അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അത് സേവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം എക്സാം കഴിയുന്നതിന് മുന്നേ ഓരോ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് കയറിയിട്ട് റിവ്യൂ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തതിന് ശേഷം ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് വീണ്ടും ആൻസർ അത് തന്നെയല്ലേ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സാമുമായി ബന്ധപ്പെട്ടില്ല. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 8 മിനിറ്റാണ്. 8 മിനിറ്റ് കഴിയുന്നത് കൂടി എക്സാം ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്താവും, സബ്മിറ്റ് ആവും. ഇവിടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനും കഴിയും. നമ്മളുടെ ടോട്ടൽ ടൈം കഴിയുന്നത് വരെ ആണ് നമുക്ക് സമയം ഉണ്ടായിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എക്സാം കഴിയുന്നത് വരെ നമുക്ക് ഇരിക്കണം. അതിനുള്ളിൽ നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി പോരാൻ പറ്റില്ല. നമ്മൾ എക്സാം കഴിഞ്ഞാലും എന്ത് ചെയ്യുക, അത് ആ സമയം കഴിയുന്നത് വരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക കേട്ടോ.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 50 സെക്കൻഡോളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഏകദേശം ടൈം എൻഡ് ആകാനായിട്ടുണ്ട് അല്ലേ. 20 നമുക്ക് തന്നിരുന്ന 15 മിനിറ്റാണ് പറഞ്ഞിരുന്നത്. ആ 15 മിനിറ്റ് എൻഡ് ആകാനായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സബ്മിറ്റ് ആവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സാം ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഡയറക്റ്റ് ഓൺലൈൻ എക്സാം എന്ന് പറയുന്നതും. ഇതേപോലെ തന്നെ ആയിരിക്കും വിൻഡോ. അതിൻ്റെ ഒരു റിഹേഴ്സലാണിത്. ഒരു ഓൺലൈൻ എക്സാം PSC ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത മുൻ വരുന്ന ദിവസങ്ങളിലായിട്ട് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മുതൽ നമ്മളുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു എക്സാം എഴുതാനുള്ള ഒരു ലിങ്ക് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു. നമ്മൾ നോർമൽ എക്സാം എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഇത് എക്സാം എന്താണോ, എക്സാമിൻ്റെ പേര് ഏതാണോ, എക്സാമിൻ്റെ ഡേറ്റ് എന്താണോ, ടോട്ടൽ ക്വസ്റ്റ്യൻ എത്ര ഉണ്ടായത്, ടോട്ടൽ ക്വസ്റ്റ്യൻ എത്രയാണ് അറ്റൻഡ് ചെയ്തത്, അതോടൊപ്പം തന്നെ അൺഅറ്റൻഡ് ക്വസ്റ്റ്യൻസ് എത്രയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് ടോട്ടലി ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ്, ഒരു മോഡൽ എന്ന് പറയുന്നത് കേട്ടോ, റിഹേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.